ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയപരമായ ലോകത്തിലോടുള്ള സമീപനം നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഇവരെല്ലാം ലോകത്തെ നയിക്കുന്നത്? ചിന്തനീയമായൊരു വിഷയമാണ്. അപ്പം നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഭരണം നടത്തുന്നവരുണ്ട്, പ്രതിപക്ഷമുണ്ട്. ലോകരാജ്യങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പലരും രാജാക്കന്മാരായിട്ടും രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് ഇവരൊക്കെ എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്? അത് നമ്മൾ ചിന്തനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഇവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലേ? അതായത് എല്ലാ പൗരന്മാർക്കും എന്ത് വേണം? വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ഇവർ പ്രാധാന്യം കൊടുക്കണോ? വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണു. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം വേണം. രോഗങ്ങൾ വന്നാൽ അതിനെ ചികിത്സിക്കാനുള്ള സംവിധാനം വേണം. അതായത് എല്ലാവരും ഹെൽത്തി ആയിരിക്കണം, ഉണ്ടല്ലോ. പിന്നീട് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ അവനവന് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ സമ്പത്ത് വേണം, അത് ജോലിയിലൂടെ നേടിയെടുക്കണം. അപ്പോൾ അവനവൻ്റേതായ സ്റ്റാറ്റസ് ഉള്ളൊരു ജോലി വേണം. അപ്പം അതിന് ഇൻഡസ്ട്രികളും സാധനങ്ങളും സംവിധാനങ്ങളും ഒക്കെ വേണം. ജോലി സുരക്ഷ. ഇത് കഴിഞ്ഞിട്ടോ പിന്നെ അവന് സോഷ്യൽ സെക്യൂരിറ്റി വേണം. അവൻ ജീവിക്കുന്ന ചുറ്റുപാട് സെക്യൂരിറ്റി ഉള്ളതായിരിക്കണം. അവിടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം, റോഡ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം, ക്ലീൻലിനെസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് പ്രായോഗികമാവുണ്ടോ ഇല്ലേ നിൽക്കട്ടെ, നല്ലൊരു മനുഷ്യജീവിതമാണ് എല്ലാവരും ഭാവന ചെയ്യുന്നത്, അല്ലേ? ഏത് രാജ്യത്തിലായാലും അങ്ങനെയാണ്. ഇവിടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ നോക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഭൂമി ഉണ്ടായി എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി. പക്ഷെ ഇവരൊക്കെ കെണിഞ്ഞ് പ്രസംഗിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സെക്യൂരിറ്റി ഉള്ള സ്ഥലം എന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും പെട്ടെന്ന് സെക്യൂരിറ്റി ഇല്ലാത്തതായി മാറുന്നുണ്ട്. ഇപ്പം കാണുന്നു റിസഷൻ, അല്ലേ? ജോലിയുള്ളവർക്ക് പോലും ജോലിയില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാവുമോ?
ഉണ്ടാവുന്ന ഉറപ്പാണ്. എന്നറിയോ? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. എന്നാണെന്നറിയോ? നമ്മൾ മരിക്കണമെന്ന്. അതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രയത്നിക്കാം, പക്ഷേ സ്വപ്നേബി സാധ്യമല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ പ്രകൃതി എന്ന് പറയുന്നത് ഒരിക്കലും സുസ്ഥിരമല്ല, ഒരിക്കലും സുസ്ഥിരമല്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ചൈനയിൽ ഭയങ്കരമായ വരൾച്ച കൊണ്ട് 19 പേര് മരിച്ചിരിക്കുകയാണ്. ചൈനയിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ കാട്ടുതീ കാരണം കുറേ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പട്ടിണിയും ഇപ്പോഴും പല പ്രശ്നങ്ങളും, ജോലിയില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടല്ലോ ലോകത്തിൽ. ഇതിനെ പരിപൂർണമായി പരിഹരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പം പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കണം? ഇവിടെയാണ് ആധ്യാത്മിക ചിന്തനം പറയുന്നത്. വാസ്തവത്തിൽ എക്സ്റ്റേണലി എന്തെല്ലാം മാറ്റം വരുത്തിയാലും, സപ്പോസ് അങ്ങനെ മാറ്റം വന്നു വിചാരിക്കുക, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം, എല്ലാവർക്കും നല്ല ജോലി, എല്ലാവർക്കും നല്ല സാമൂഹ്യ വ്യവസ്ഥത, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരുടെയും ജീവിതം ഒരുപോലെ സുഖകരമായിരിക്കുന്നു? തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോഴും മനുഷ്യൻ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കും. അവന് വേണ്ടത്ര സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ മെൻ്റലി അവൻ ഡിസ്റ്റർബ്ഡ് ആവും. അവൻ പ്രതീക്ഷിച്ച പോലെ മറ്റുള്ളവർ അവനോട് പെരുമാറിയിട്ടില്ലെങ്കിൽ അവൻ ഡിസ്റ്റർബ്ഡ് ആവും. അവൻ പ്രതീക്ഷിച്ച ആദരവ് അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഡിസ്റ്റർബ്ഡ് ആവും. എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിലും, എല്ലാ സുഖസൗകര്യങ്ങളുടെ ഉന്നതിയിലും മനുഷ്യന് വീണ്ടും ദുഃഖിതനായി ജീവിക്കാൻ സാധിക്കും. സാധിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ കാണുന്നു അത്. എല്ലാ സുഖത്തിൻ്റെ മുകളിലും മനുഷ്യൻ അപ്പോഴും ദുഃഖിതനാവാൻ സാധിക്കും. അപ്പോൾ പിന്നെ ബാഹ്യമായി മാത്രം മാറ്റം വന്നാൽ പോരാ, എവിടെയും കൂടി മാറ്റം വരേണ്ടതുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലും മാറ്റം വരേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിച്ചാൽ, ജീവിതത്തോടുള്ള സമീപനം മാറ്റാൻ സാധിച്ചാൽ, ഏത് പരിതസ്ഥിതിയിലും നിങ്ങളൊരു തളരാത്ത, പതറാത്ത, ദുഃഖമില്ലാത്ത, സ്നേഹം കൊടുക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്കും പ്രശ്നമുണ്ടാവില്ല, നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഭാരതീയ സമീപനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തി മാറിയാലേ സമൂഹം മാറുള്ളൂ എന്നാണ്. രാഷ്ട്രീയത്തിൻ്റെ സമീപനം എന്താണെന്ന് വെച്ചാൽ, സമൂഹം മാറ്റിയിട്ട് വേണം വ്യക്തിയെ മാറ്റാൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിക്കണം. ഏതിനോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ്? ഇനി ശ്രദ്ധിക്കണേ, ഭാഗവതത്തിൽ 10 സിലബസ് പറഞ്ഞു എന്നല്ലേ അല്ലേ? നിങ്ങൾ 10ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്, ഒരു ബിൽഡിങ്ങിൻ്റെ 10ാമത്തെ നിലയിലേക്ക്. അപ്പം നിങ്ങൾ 1ാമത്തെ നില കടക്കണം, 2ാമത്തെ നില കടക്കണം, 3 കടക്കണം, 4 കടക്കണം, 5 കടക്കണം, 6 കടക്കണം, 7 കടക്കണം, 8 കടക്കണം, 9 കടക്കണം, 10 കടക്കണം. പക്ഷെ ഫ്ലാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയറിയാൽ 10 അമർത്തിയാൽ അത് 10ലേക്ക് എത്തും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇവിടെ ആദ്യം 1 അമർത്തണം, പിന്നെ 2 അമർത്തണം, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് ഈ 10 എണ്ണം? 1ാമത്തത്, നമുക്ക് വസ്തുക്കളോടുള്ള സമീപനം എന്തായിരിക്കണം? ഒരു വസ്തുവിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതെന്തായിരിക്കണം? 2ാമത്തത്, വ്യക്തികളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? 3ാമത്തെ സ്കന്ധം വസ്തുക്കളോടുള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെ നിങ്ങളൊരു ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ വന്നു വരും. എന്നാൽ ഇത്രയും മനസ്സിലാക്കി വയ്ക്കും: 1 വസ്തുക്കളോട്, 2 വ്യക്തികളോട്. 3ാമത്തത് അനുഭവങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഏത് തരത്തിലുള്ള അനുഭവങ്ങൾ വന്നാലും അതിനോടുള്ള സമീപനം എന്തായിരിക്കണം? 4ാമത്തത്, നമ്മുടെ ജീവിതത്തിൽ ശക്തി എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ ശക്തി എന്താണ്? അതാണ് 4ാമത്തത്. വാട്ട് ഈസ് ദ റിയൽ എനർജി, റിയൽ പവർ എന്ന് പറയുന്നത് എന്താണ്? 5ാമത്തത്, നമ്മുടെ മനസ്സിനെ പ്രായത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും? അക്കോർഡിംഗ്ലി നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും? മറ്റുള്ളവരുടെ അനുഭവങ്ങൾ. പിന്നീട് നമുക്ക്
പ്രശ്നങ്ങൾ വന്നാൽ എളുപ്പം ആ പ്രശ്നത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്താനുള്ള ഷോർട്ട് കട്ടുകൾ എന്തൊക്കെയാണ്? ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ അല്പം പോലും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത വിധത്തിൽ എങ്ങനെ നമ്മളെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും? അവസാനത്തത്, മരണത്തെ നമുക്ക് എങ്ങനെ തളരാതെ അഭിമുഖീകരിക്കാൻ സാധിക്കും? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണോ? എന്തൊക്കെയപ്പോൾ സ്വാമി പറഞ്ഞ് ഞങ്ങൾക്കും അറിയില്ല. കുറേയൊക്കെ മനസ്സിലാവുണ്ടല്ലോ. ഏതായാലും ഞാൻ സന്ദർഭോചിതമായിട്ട് ആവർത്തിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് നമ്മുടെ കൂടെയുള്ള വസ്തുക്കളോട്. ഇപ്പം നമുക്ക് ജോലി ഒരു വസ്തുവാണെന്ന് വയ്ക്കുക. ജോലി, അതുപോലെ കൂടെയുള്ള വസ്തുക്കൾ, സാധനങ്ങൾ, ഇതിനോടൊക്കെയുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? അത് ഏത് സമീപനം വെച്ചാലാണ് അതൊന്നും നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ നമുക്കതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒരു ജോലി കിട്ടിയില്ല, നിങ്ങൾക്ക് വീടുണ്ട്, വീടില്ല, ഇതൊക്കെ നിങ്ങൾ വെച്ചാലും ഒരു വസ്തുത നമുക്കറിയാം, മരണം എന്ന് പറയുന്ന ഒരു അനുഭവം ആ സമയത്ത് ഇതൊന്നും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല. ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഏത് ജോലിയായാലും, എങ്ങനെയുള്ള ജോലിയായാലും ശരി, അത് നമുക്ക് സന്തോഷത്തോടെയും കൊണ്ട് നടക്കാം, ഡിസ്റ്റർബ്ഡ് ആയിട്ടും കൊണ്ട് നടക്കാം, ഇല്ലേ? എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഉണ്ടോ ഇല്ലയോ? എല്ലാ മേഖലകളിലും താഴ്ന്ന ജോലി ചെയ്യുന്നവരിൽ സന്തോഷമുള്ളവരും ഉണ്ട്, ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? അങ്ങനെയുള്ളവരും ഉണ്ട്. നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അത് നമ്മൾ വ്യക്തമാക്കിയാൽ ഏത് പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പം ഇവിടെ തുടങ്ങുന്നത് ഭാഗവതത്തിലെ ആദ്യത്തെ പ്രകരണം, അതായത് തൃതീയ സ്കന്ധം തുടങ്ങുന്നത് വിതുര ഉദ്ധവ സംവാദത്തിലൂടെയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം തന്നെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാണ്, ഏവമേതൽപുരാപൃഷ്ടോ മൈത്രേയോ ഭഗവൻ കിലാം ഛത്രാവനം പ്രവിഷ്ടേന തെക്വാ സ്വഗൃഹമൃത്യമൽ യദ്വായം മന്ത്രകദ്വോ ഭഗവാനഖിലേശ്വരാം പൗരവേന്ദ്രഗൃഹം ഹിത്വാം പ്രവിവേശാത്മസൽകൃതം. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, പരീക്ഷത്തെ, അങ്ങേക്കറിയാമല്ലോ, സ്വഗൃഹം വൃദ്ധിമത്, വളരെ സമ്പന്നമായ സമൃദ്ധമായ കൊട്ടാരം വിട്ടുകൊണ്ട് ക്ഷത്രാവനം പ്രവിഷ്ടേന, അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വിതുരൻ. എങ്ങോട്ട്? വനത്തിലേക്ക്, അതായത് കൊട്ടാരം വിട്ടിറങ്ങി. എന്നിട്ട് അദ്ദേഹം മൈത്രേയ മഹർഷിയോട് ചില ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചു. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. രാജോവാച കുത്ര ക്ഷത്രുർഭഗവതാം മൈത്രേയേണ സസംഗമാം കഥാ വാ സഹ സംവാദ ഏതൽ വർണ്ണയന പ്രഭോ നഹി അല്പാർത്തോദയസ്തസ്യ വിദുരസ്യാമലാത്മനാം തസ്മിൻ വരീയസി പ്രശ്നാം സാധുവാദോപബൃംഹിതാം. ക്ഷത്ര, അതായത് ഇവിടെ വിതുരൻ, ക്ഷത്ര എന്ന് പറഞ്ഞാൽ വിതുരൻ, ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവൻ. ആ വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, നഹി അല്പാർത്ഥതയോ തസ്യ വിദു, എനിക്കറിയാം അത് അല്പാർത്ഥമുള്ളതാവില്ല, അത് മറ്റുള്ളവർക്ക് പോലും പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അവരുടെയൊക്കെ ചോദ്യങ്ങളിൽ നമുക്ക് ജീവിതത്തെ ഉയർത്താനുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതായിരിക്കും അവരുടെയൊക്കെ ഡിസ്കഷൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആ വരീയസി പ്രശ്ന അത് എനിക്ക് വ്യക്തമായൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് രാജാവ് പറയുകയാണ്. ഇപ്പം നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, ഈ ചോദ്യോത്തരങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ വരുന്ന തലമുറയ്ക്ക് പോലും ഉൾക്കൊള്ളാനുള്ള ചില പാഠങ്ങൾ അതിലൊക്കെ ഉണ്ടായിരിക്കും. അതായത് അവരൊക്കെ സംസാരിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സീരിയസ് ഇൻ ദ സെൻസ് മനുഷ്യ ജീവിതത്തെ ഉയർത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ തലമുറകൾക്കുണ്ടല്ലോ പലപ്പോഴും നഷ്ടപ്പെടുന്നത്. നമുക്ക് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ആശ്രമ ജീവിതവുമായിട്ടുള്ള സംസ്കാരം വിട്ടുപോയി. പണ്ട് കാലത്ത് ആ ഗുരുകുല സംസ്കാരം ഉണ്ടായിരുന്നു ഭാരതീയർക്ക്. ഇന്ന് നമുക്കത് ക്ഷേത്രത്തിലേക്ക് ഒതുങ്ങിയപ്പോണ്ടല്ലോ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരോടും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈവൻ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ച ചോദ്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. 8th പഠിക്കുന്ന കുട്ടിയാണ്. ആ ചോദ്യം ഇതാണ്, എന്താ സ്വാമി
ഈ പീരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് പിന്നിലുള്ള സയൻസ് എന്താണ്? വളരെ സീരിയസ് ആയിട്ട് ആ കുട്ടി ചോദിച്ചതാണ്. എന്നിട്ട് ആ കുട്ടി പറയണേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, അവിടെ അവർക്കൊന്നും യാതൊരു മുടക്കില്ല. അപ്പം ഇത് പറയുമ്പോണ്ടല്ലോ ആ കുട്ടികളുടെ ഉള്ളിൽ ജിജ്ഞാസയുണ്ട്, അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ട് നമ്മുടെ സമൂഹം അങ്ങനെ വിലക്കുന്നു എന്ന്. എന്നിട്ട് ആ കുട്ടി അതിന് തന്നെ ഉത്തരം പറഞ്ഞു, നിങ്ങൾ അശുദ്ധിയുണ്ട് എന്ന് പറയണോ? ശരി, അശുദ്ധിയുള്ള മനസ്സുള്ളപ്പോഴല്ലേ നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടത്? അതിനല്ലേ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത്? അതായത് തളരുന്ന മനസ്സിനെ ഉയർത്താനാണ് ക്ഷേത്രങ്ങളെങ്കിൽ, ആ സമയത്ത് മനസ്സ് തളരുന്നുവെങ്കിൽ അപ്പോഴാണ് ശരിക്കും എവിടെ പോകേണ്ടത്? അമ്പലത്തിൽ പോകേണ്ടത്. ഇനി വീണ്ടും ആ കുട്ടി ചോദിച്ച ചോദ്യം, ഇനി നിങ്ങൾ പറയണോ അശുദ്ധിയുണ്ട്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേവിമാർക്കും അശുദ്ധി ഉണ്ടാവില്ലേ? പൂജിക്കുന്ന ക്ഷേത്രത്തിലെ ദേവിമാർക്കും. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോണ്ടല്ലോ പൊതുവേ നമ്മൾ മറുപടി പറയാൻ എന്തെങ്കിലും വളഞ്ഞ വഴികളൊക്കെ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും, ഇങ്ങനത്തെ കുരുത്തം കണ്ട ചോദ്യമൊന്നും ചോദിക്കരുത്. അതിൻ്റെ അർത്ഥം നമുക്കതിന് ഉത്തരം അറിയില്ല. എന്നാൽ കഴിഞ്ഞ ഉത്തരം വേഗം കഴിഞ്ഞു. ഇങ്ങനത്തെ കുരുത്തക്കേട്ട് ചോദിക്കാനേ നിനക്കൊക്കെ പറ്റുള്ളൂ, വേറെ ഒന്നും മനസ്സിലില്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ദേഷ്യപ്പെടാം. പക്ഷെ ഇതൊന്നും അല്ല അതിനുള്ള പരിഹാരം, ആണോ? അതെന്തുകൊണ്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇറ്റ്സ് എ മോണോലോഗ്, ഇറ്റ്സ് നോട്ട് എ ഡയലോഗ് എന്നാണ്. അതായത് വിഗ്രഹങ്ങൾക്കൊന്നും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധ്യമല്ല. അതിന് സത്സംഗങ്ങൾ തന്നെ വേണം. അതിനാണ് ഡയലോഗ് എന്ന് പറയുക. അതായത് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് യു ക്യാൻ ഗെറ്റ് ദ ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ, ഉയർന്ന മനസ്സുള്ള ആളുകൾ, അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചോദ്യങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ഒരു നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചിന്തനമുണ്ടായിരിക്കും. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്, ഒരു കഥ ഓർക്കുന്നത്, ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തണം. അതിനെന്താ വേണ്ടത്? അപ്പം ആ ശിഷ്യ